നമ്മളെല്ലാവരും ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ലൈഫിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് നമുക്കറിയാം. അതിൽ അവർക്ക് മനസ്സിലായ ഒരു കൊല്ലം പോകാനുള്ള പൈസ ചെയ്യുന്നത് എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയാം. ടൈം വിൽ നോട്ട് റഷ്, ടൈം വിൽ നോട്ട് ഷൗട്ട്. ഈ ഫാമിലി ഫേസ് ചെയ്ത ഇഷ്യൂസും അത് അവരെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നുള്ളത് കേട്ടപ്പോൾ ജോബി, ടൈം ഭയങ്കര പവർഫുള്ളാണ്. ടൈം ഹീൽസ് എവറിത്തിങ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എല്ലാത്തിനെയും ശരിയാക്കും. നമുക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ പോയിൻ്റ് ഓഫ് ടൈമിൽ അതൊരു വലിയ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെല്ലാവരും ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, അത് പല രീതിയിലുള്ള ഹാർട്ട് ബ്രേക്സ് ഉണ്ട്. നമ്മൾ നല്ലോണം ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്തോ ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി റിസൾട്ട് വന്നപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടിയില്ല. അവിടെ നമുക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാം. നമ്മൾ ട്രസ്റ്റ് ചെയ്തൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ എനിവൺ, അയാൾ നമ്മളെ ചീറ്റ് ചെയ്ത് പോയി, നമുക്ക് ഹാർട്ട് ബ്രേക്ക് ഫീൽ ചെയ്യും. നമുക്ക് നെഞ്ചിൻ്റെ ഉള്ളിലൊരു ഭയങ്കരമായിട്ടുള്ള വേദന ഫീൽ ചെയ്യും. ആ പോയിന്റിൽ നമ്മൾ ബിലീവ് ചെയ്യും എൻഡ് ഓഫ് ദി വേൾഡ് സംഭവിക്കുന്നുള്ളത്, ലോകം ഇതോടുകൂടി കഴിഞ്ഞു നമ്മൾ ഫീൽ ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് ആ പഴയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അന്ന് എത്ര സില്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്തതെന്നുള്ളത്. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ അതൊരു ക്രൂഷ്യൽ സംഭവമായിരുന്നു. നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു അത്. പക്ഷെ ആ ടൈം കഴിഞ്ഞ് ഇതും കടന്നു പോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സോങ് ഉണ്ട്, ദിസ് ടു ഷാൽ പാസ്. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ടൈം വിൽ ഹീൽ എവറിത്തിങ്. ടൈമിന് അങ്ങനെ ഭയങ്കരമാണ് ഒരു കഴിവുണ്ട്. ആ കഴിവാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ടൈമിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്നുണ്ടെങ്കിൽ ടൈം വിൽ നോട്ട് റഷ്, ടൈം വിൽ നോട്ട് ഷൗട്ട്, ടൈം വിൽ വെയിറ്റ്. നമുക്ക് വേണ്ടി സമയം അവിടെ വെയിറ്റ് ചെയ്തിരിക്കും അൺടിൽ വി ആർ റെഡി. അതാണ് ടൈമിൻ്റെ ഏറ്റവും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഫാക്ടർ. ലൈഫിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് നമുക്കറിയാം, ടൈം. ഓക്കെ, കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ടൈമാണ്. ഓക്കെ, കാരണം നേരത്തെ നമ്മൾ ഹീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു. യെസ്, ഹീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ടൈം കൊടുക്കാനും തയ്യാറായിരിക്കണം. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഓക്കെ, അയാളായിരുന്നു കുടുംബത്തിൻ്റെ ഏറ്റവും ഏക വരുമാനം. ഓക്കെ, അയാളായിരുന്നു കുടുംബത്തിൻ്റെ ബ്രെഡ് വിന്നർ. ഓക്കെ, അത് അയാളുടെ കയ്യിൽ നിന്ന്, ആ ജോലി അയാളുടെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, പിന്നെ ആ പെയിൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്ത് അത് റിക്കവർ ചെയ്യാനും ടൈം വേണം. എൻ്റെ പരിചയത്തിലൊരു ഫാമിലി ഉണ്ട്. ആള് ഷെഫായിരുന്നു. അപ്പോൾ ആൾക്ക് ഇതേപോലെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. നാട്ടിലാണോ അതോ പുറത്ത്? അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അയാൾക്ക് ഹെൽത്ത് എന്തോ പ്രോബ്ലം ആയിട്ട് നഷ്ടപ്പെട്ട് അയാൾ നാട്ടിലേക്ക് വന്നു. ഓക്കെ, അയാളുടെ സാലറി എന്ന് പറഞ്ഞാൽ ഫുൾ ഒക്യുപ്പൈഡ് ആയിരുന്നു. അതായത് EMI, ലോണ്, വീട് എല്ലാത്തിനും ഒക്യുപ്പൈഡ് ആയിരുന്നു. മറ്റേ റീലിൽ കാണുന്ന പോലെ സാലറി ക്രെഡിറ്റ് ആവും, 5 മിനിറ്റ് കൊണ്ട് സാലറി വാഷ് ഔട്ട് ആവും. ആ സമയത്താണ് ഇയാൾക്ക് ജോലി നഷ്ടപ്പെടുന്നത്. ഓക്കെ, ആൾ നാട്ടിലെത്തി. ആളാകെ പാനിക്കായി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആൾക്ക് ആകെ ആങ്ഷ്യസ് ആയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം പോയി എന്നുള്ള തോട്ടായി. അപ്പോൾ അവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഈ ലോണിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വീട്, കാറ്, EMIയിൽ അയാളുടെ എല്ലാ കാര്യങ്ങളും അവർ വിറ്റു. ഓക്കെ, ഒഴിവാക്കിയിട്ട് ആ കിട്ടിയ പൈസയും കൊണ്ട് ലോൺ മൊത്തം തീർത്തു. എന്നിട്ട് മിച്ചം കുറച്ച് സേവിങ്സ് വന്നു. ഒരു വർഷത്തേക്ക് അവരുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണോ പോവുക അതേപോലെ അവർക്ക് ജീവിക്കാൻ പറ്റും. അതിൽ അവർക്ക് മനസ്സിലായ ഒരു കൊല്ലം പോകാനുള്ള പൈസ ചെയ്യുന്നത് എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയാം. അത് വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് ഒരു വർഷത്തേക്ക് ഇനി ജീവിതം മുന്നോട്ട് പോകണം. ഇയാളുടെ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കാര്യങ്ങൾ, അതായത് ഡോക്ടറെ കാണണേലും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ഉള്ള ഫണ്ട് അവരത്തുണ്ട്. കറക്റ്റ് ഒരു വർഷത്തേക്കുള്ളത് കണ്ടുപിടിച്ചേക്കണം. കൃത്യം 6 മാസമായപ്പോഴത്തേക്കും ഇവർക്കൊരു ഐഡിയ വരികയാണ്, ഈ സ്ത്രീക്ക്. അതായത് ഈ ഹോസ്റ്റലുകൾ പോയിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാം. അതായത് കോളേജിൽ പിള്ളേർ മാറി നിൽക്കുമല്ലോ, അതായത് വീടെടുത്ത് നിൽക്കുമല്ലോ പുറത്ത്, അവിടെ ഫുഡ് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, വീട്ടിൽ കുക്ക് ചെയ്തിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ജീവിതത്തിൻ്റെ ഒരു മാർഗം അവർ കണ്ടുപിടിച്ച് തുടങ്ങി. അപ്പോൾ ഇയാളുടെ അസുഖം എല്ലാം റിക്കവറായി.
അത് കഴിഞ്ഞിട്ട് ഇയാളും എന്ത് ചെയ്തു, വീട്ടിൽ ഇയാൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. കുക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യുന്നത് ഭാര്യയും, വീട്ടിൽ ഇയാൾ കുക്ക് ചെയ്യുക. ലാസ്റ്റ് ഈ പ്രോസസ്സ് ചെയ്തിട്ട് അവർക്ക് ജോബ് ഇൻ്റർവ്യൂ കിട്ടുകയാണ് ഏതോ ഒരു നല്ല കമ്പനിയിൽ, അവിടുത്തെ കിച്ചൺ സ്റ്റാഫായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഇവർ ലൈഫ് വീണ്ടും പഴയ പോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ റിക്കവർ ചെയ്തു വന്നു. അപ്പോൾ ഇതിൽ ഇവർ ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം കൊടുത്തു, റിക്കവർ ആവാൻ വേണ്ടി അവർ സമയം കൊടുത്തു. ഇത് ഒരു പ്രൊസീജിയറാണ്. നിനക്ക് വാട്ടർ, അതായത് ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കണമെങ്കിൽ ആ കുപ്പിയിൽ വെള്ളം നിറയുന്നവർ ടൈം കൊടുത്താലേ ഒന്ന് അറിയുള്ളൂ. ഇതേ സാധനം തന്നെയാണ് നമ്മുടെ ലൈഫിലെ ആ പെയിന് റിക്കവറായി ഹീലാവണമെങ്കിൽ നീ ആ പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയർ നീ ഒരു സമയം കൊടുക്കണം. നിൻ്റെ ഈ സ്റ്റോറിയിൽ ഈ ഫാമിലി ഫേസ് ചെയ്ത ഇഷ്യൂസും അത് അവരെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നുള്ളത് കേട്ടപ്പോൾ എനിക്കിതിൽ എന്താ ആഡ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം നമുക്ക് എന്ത് ഇമോഷണൽ ഡാമേജ് വന്നാലും വാട്ട് എവർ ദ പെയിൻ മേ ബി, പല കാരണങ്ങളുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ബ്രേക്കപ്പ് ആയിരിക്കാം, ഒരു ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, നമ്മളൊരു എക്സാമിൽ ഫെയിൽ ആയതായിരിക്കാം, നമ്മുടെ ബിസിനസ് പൊട്ടി പാളീസായതായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവും ഇമോഷണൽ ഡാമേജ് ഉണ്ടാവാൻ വേണ്ടി. അങ്ങനെയുള്ള ഇമോഷണൽ ഡാമേജ് ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് വാട്ട് യു വോണ്ട് ടു ഡു ഇസ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. അതാണ് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. പകരം ഇങ്ങനെ മറ്റുള്ളവരോടും അവരുടെ മനസ്സിലൊക്കെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, എന്നാലും എനിക്കിതിങ്ങനെ സംഭവിച്ചല്ലോ. ഈ രീതിയിൽ ലാമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഈ രീതിയിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അവർ മനസ്സിലാക്കാത്ത ഫാക്ട് എന്താ, ഇറ്റ് ഈസ് ഹാപ്പൻഡ്. ഇനി നമുക്ക് ടൈം ഇവിടെ ഉണ്ട്, ഇവിടെ റിവൈൻഡ് അടിച്ചിട്ട് പിന്നാലെ പോയിട്ട് ഇത് പഴയ പോലെ ആക്കാൻ പറ്റില്ല, അത് സംഭവിച്ചു. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ ആക്ച്വലി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വരുന്ന ഇമോഷണൽ പെയിനും ഫിസിക്കൽ പെയിനും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബ്രെയിനിന് ആക്ച്വലി ഇത് സംഭവിച്ചു എന്നുള്ളത് ബ്രെയിൻ അഡാപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇയാൾ സ്വയം ഇരുന്ന് ലാമെൻറ്റ് ചെയ്യുകയാണ്, അയ്യോ എനിക്കിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ ഹീലിങ്ങിൻ്റെ ടൈം വീണ്ടും കൂടും. പക്ഷെ നേരെ മറിച്ച് എന്ത് ഹാർട്ട് ബ്രേക്കും ആയിക്കോട്ടെ, എന്ത് ഇമോഷണൽ ഡാമേജ് ആയിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിന് ഹീലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ സൂത്തിങ് ആവും. ആളുകളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നുണ്ടെങ്കിൽ, അവർക്കൊരു പെയിന് വന്ന് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ നോക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവരും കണക്റ്റ് ആവും. ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ പോയി കേൾക്കുന്നത് മൊത്തം ലവ് ഫെയിലിയർ ആയിട്ടുള്ള സോങ്സ് ആയിരിക്കും. വൈ? ബിക്കോസ് ആ പെയിനെ അവർ ആംപ്ലിഫൈ ചെയ്ത് അതിലൊരു സുഖം കണ്ടെത്തും. ദാറ്റ് ഈസ് ആക്ച്വലി അട്ടർ നോൺസെൻസ്. അത് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. ലോജിക്കലി യു ഹാവ് ടു തിങ്ക് ദാറ്റ് യു ഗോട്ട് എ ബ്രേക്കപ്പ് ഓർ യു ഗോട്ട് എൻ ഇമോഷണൽ ഡാമേജ്. അപ്പോൾ ബ്രെയിനിനെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ഈസി ആവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ബ്രെയിനിലെ ലോജിക്കൽ ആക്ടിവിറ്റീനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അമിഗ്ഡലനെ നമ്മൾ സപ്രസ് ചെയ്യാണ്. അമിഗ്ഡലയാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, ഫിയറിനെയും ഗ്രീഡിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വി ആർ ഡെലിബറേറ്റ്ലി സപ്രസിങ് അമിഗ്ഡല. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ആവാൻ ഈസി ആവും. അതല്ലാതെ വീണ്ടും ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ആൾക്കാർക്ക് റിക്കവർ ആവാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ വേറൊരാളുടെ ടൈം ലൈനിൽ ജീവിക്കണമുണ്ടാകും. എക്സ്പ്ലെയിൻ. അതായത് നമുക്കൊരു ഇമോഷണൽ പെയിൻ വന്നു. ഓക്കെ. ആ പെയിൻ വന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് ടൈമിൽ, അത് നല്ല കാലം ചീത്തകാലം എന്നുള്ള ജ്യോതിഷം നോക്കിയിട്ടുള്ള കാലമല്ല, നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കാലത്തിൽ നമുക്ക് മോശമായ സിറ്റുവേഷൻസ് ആണ്. അതേപോലെ തന്നെ വേറെ ആൾക്കാർ അത് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലെ ആൾക്കാരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അവർക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈം എന്ന് പറഞ്ഞത് നല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് നമ്മുടെ പ്രോബ്ലം അതിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്യും, അത് നമുക്കൊരു നാണക്കേട് വരും. അവൻ നല്ല പൊസിഷനിലായിരിക്കണേ, അപ്പോൾ ആ മൊത്തത്തിൽ ലൈഫ് ഇടിഞ്ഞു പോവാണ്. അപ്പോൾ ആ ഒരു തോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? കമ്പാരിഷൻ വരുന്നതുകൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് ടൈമിനനുസരിച്ചിട്ട് ഹീൽ ചെയ്യാൻ പറ്റും, എല്ലാ പെയിനും ഹീൽ ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സിന് നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതിന് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ പെട്ടെന്ന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ മതി. അതിൽ ചെയ്യാൻ പറ്റുന്ന രണ്ടാമതൊരു കാര്യമാണ്, നമുക്ക് വരുന്ന ഇമോഷനില്ലേ നമ്മൾ നെയിം ചെയ്യുക. എന്താണെന്നുള്ളത് അതിനെ വിളിക്കുക. ഇപ്പം എനിക്ക് എന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ ഇതുമായിട്ട് കണ്ടു ചെയ്തൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ 2-3 ദിവസം മുന്നേ സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ നമ്മൾ അത്രയും വെള്ളം അന്നാണ് കാണുന്നത്. അപ്പോൾ ഐ നെയിംഡ് മൈ ഇമോഷൻ. എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് ഞാൻ നീന്തുന്ന സമയത്ത് തന്നെ ആലോചിച്ചു. എനിക്കിപ്പോൾ നല്ല പേടി തോന്നുന്നുണ്ട് വെള്ളം കൂടുതലായതുകൊണ്ട്. സോ ഐ നെയിംഡ് മൈ ഇമോഷൻ. ഫിയറാണ് എനിക്ക് സംഭവിക്കുന്നത്. ആ ഫിയർ വരുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും. അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു.
പക്ഷെ ഞാൻ യൂഷ്വലി നീന്തി അപ്പുറത്ത് പോയി വരുന്ന ആളാണ്. അതിനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ട് എന്ന് എനിക്കറിയാം. സോ വാട്ട് ഐ ട്രൈഡ് ഈസ് ദാറ്റ് ഞാൻ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, അപ്പുറത്തുനിന്ന് പോയി നോക്കുക. ഞാൻ ആ ഇമോഷനെ പേരെടുത്ത് വിളിച്ചപ്പോൾ എനിക്കിപ്പോൾ പേടി തോന്നുന്നുണ്ട്, ആ പേടിനെ ഞാൻ നള്ളിഫൈ ചെയ്യണം, എനിക്ക് സ്വിമ്മിങ് അറിയാം, സോ ഞാൻ ആ അറിയുന്ന പ്രോസസ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഐ ക്യാൻ ഡൂ ദിസ് എന്ന് നെയിം ചെയ്തപ്പോൾ എനിക്ക് ആ പ്രോസസ്സ് കുറച്ച് ഈസി ആയിട്ട് വന്നു. നമ്മളെപ്പോഴും സോഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്, നീയും അത് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാണ്. നമുക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പ് ഇരിക്കാനൊക്കെ കംഫർട്ടായിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്കൊരു ഇമോഷണൽ പെയിൻ വന്നാൽ, ഒരു ഇമോഷണൽ ഡാമേജ് വന്നാൽ, നമുക്കത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഗോ കൺസൾട്ട് എ പേഴ്സൺ. അത് ചിലപ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഇനി ഇവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ യു ഹാവ് ടു കൺസൾട്ട് എ സൈക്യാട്രിസ്റ്റ് ഫോർ കൗൺസിലിംഗ്. നമ്മുടെ ആളുകളുടെ ഇടയിൽ സൈക്യാട്രിസ്റ്റുകളെ കൗൺസിലിങ്ങിന് വേണ്ടി നമ്മൾ കാണാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഡയലോഗോ അവന് പ്രാന്ത. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ മസിൽസിന് വേണ്ടി, നമ്മുടെ ബോഡിയിലെ ഫിസിക്കൽ മസിൽസിന് വേണ്ടി നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, മസിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ അവിടെ അതിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ല് പൊട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഓർത്തോ ഡോക്ടറെ പോയി കാണില്ലേ. നമ്മുടെ ശരീരത്തിന് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഓർത്തോ അല്ലെങ്കിൽ എന്താണോ ഇഷ്യൂ അതിനെ ബേസിൽ ഡോക്ടറെ പോയി കാണും. അതുപോലെ ബ്രെയിനും ഒരു ഓർഗനാണ്. ബ്രെയിനിനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു കൺസൾട്ട് ദ സയൻറ്റിഫിക് പേഴ്സൺ ഹൂ ഇസ് ബിഹൈൻഡ് ഇറ്റ്. അതിന് ഏറ്റവും പറ്റിയ ആളാരെ സൈക്യാട്രിസ്റ്റാണ്. അവരെ പോയി കണ്ടിട്ട് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഫീലിംഗ് അവരോട് തുറന്ന് സംസാരിക്കുക, കൗൺസിലിംഗ് എടുക്കുക. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഇമോഷണൽ പെയിൻ ആണെങ്കിൽ അത് നോർമലൈസ് ചെയ്യപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. സൊസൈറ്റിയിൽ കൗൺസിലിങ്ങിന് പോകുന്നതും സൈക്യാട്രിസ്റ്റുകളെ കൺസൾട്ട് ചെയ്യുന്നതെല്ലാം നോർമൽ പ്രൊസീജിയറായിട്ട് മാറണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ബിക്കോസ് എന്നാൽ മാത്രമേ ഈ ഹീലിംഗ് പ്രോസസ്സിനെ നമുക്ക് സ്പീഡാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആവില്ല, അമിഗ്ഡലനെ വീണ്ടും 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 ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അമിഗ്ഡല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് കൊണ്ട് മാത്രം കളിക്കുന്ന ആളാണ് അല്ലേ. അമിഗ്ഡല എന്ന് പറയുന്നത് ഇമോഷൻസിനെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ടാണ്. അപ്പം നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ലോജിക്കലി റാഷണലി നമ്മൾ ഒരു തീരുമാനം എടുക്കില്ല. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ബോഡീനെ നല്ലപോലെ മൂവ്മെൻറ്റിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു എക്സസൈസ് കണ്ടുപിടിക്കുക. നമുക്കൊരു ഇമോഷണൽ ഡാമേജ് വന്നു, പല കാരണങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ പല കാരണങ്ങളുണ്ട് ഇമോഷണൽ ഡാമേജ് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഡെലിബറേറ്റ്ലി നമുക്ക് തന്നെ ഒരു ഫിസിക്കലായിട്ടുള്ള എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ വാരണമായിരം എന്നുള്ള മൂവി നീ കണ്ടിട്ടില്ലേ, അതിൽ സൂര്യയുടെ ക്യാരക്ടർ വളരെ വലിയൊരു ഇമോഷണൽ ഡാമേജാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സൂര്യ എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് റിക്കവർ ആവുന്നത്? ജിമ്മിൽ പോയിട്ടും വർക്കൗട്ട് ചെയ്തിട്ടും ട്രാവൽ ചെയ്തിട്ടും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ ഇമോഷണൽ പെയിൻ റിക്കവർ ആവുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു മൂവിയാണത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. സോ നമുക്ക് അങ്ങനെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാതെയോ വി ഷുഡ് ഗോ ഔട്ട്. നമ്മളെ ഫിസിക്കലി നമ്മൾ ചലഞ്ച് ചെയ്യണം. ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഇത് കാണണമെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ജിമ്മിന് ആക്ച്വലി നമ്മൾ പോകുന്ന മസിൽ ബിൽഡ് ചെയ്യാനായിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷമൊക്കെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ആക്ച്വലി മസിൽ മാത്രമല്ല ബിൽഡാവുക, നമ്മുടെ ബ്രെയിനും ബിൽഡാവും. അതാ ജപ്പാനിലൊരു ഒരു സ്റ്റോറി ഉണ്ട്, ഒരു സമുറായിനെ പറ്റിയിട്ടുള്ളത്. അദ്ദേഹം എല്ലാ യുദ്ധങ്ങളും തോറ്റുകൊണ്ടിരിക്കുക. തോറ്റ് അയാൾ മടുത്തു. അതായത് ഇനി തോക്കാൻ വയ്യ ആൾക്ക്. സമുറായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും വിട്ട് എൻ്റെ നാട് വിട്ടിട്ട് നേരെ ഗുഹേൻ്റെ ഉള്ളിൽ പോയി. എൻ്റെ ഗുഹേൻ്റെ ഉള്ളിൽ പോയിരുന്നു. അവിടെ അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ അയാൾ ഹണ്ട് ചെയ്ത് പിടിക്കുക, അങ്ങനെ അയാൾ ജീവിക്കാൻ തുടങ്ങി. ഒരു കേവ്മാനെ പോലെ ജീവിക്കാൻ തുടങ്ങി. 2 years അദ്ദേഹം എന്താ വെച്ചാൽ കല്ല് എടുത്തിട്ട് അദ്ദേഹം എല്ലാ ദിവസവും അയാൾക്ക് വരുന്ന ചിന്തകളെ അയാൾ എഴുതി വയ്ക്കാൻ തുടങ്ങി. ഇന്ന് ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അയാളുടെ മനസ്സിൽ തോന്നിയ തോട്ടുകൾ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ ചെയ്ത കാര്യത്തിൽ സെൽഫ് ജേർണൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി ഈ പുള്ളിക്ക് മനസ്സിലായി പ്രോബ്ലം ഇയാൾ യുദ്ധം ചെയ്തപ്പോൾ പറ്റിയ അയാളുടെ കൂടെ ഉള്ള ആളുടെയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ അല്ല, അയാളുടെ സ്വന്തം, അയാളുടെ പ്രശ്നമായിരുന്നു ഇത് ചെയ്യുമ്പോൾ. എന്താണ് ഈ പ്രോബ്ലം എന്നുള്ളത് എന്നിട്ട് ആ പ്രോബ്ലത്തിനൊക്കെ എങ്ങനെ സൊല്യൂഷൻ ചെയ്യാന്നുള്ളത് അടുത്ത പാറയിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ സൊല്യൂഷൻ എഴുതിയിട്ട് പുള്ളി അതിനുവേണ്ടി ഇനി എങ്ങനെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു.
എന്നിട്ട് പുള്ളി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ആ സൊല്യൂഷന് വേണ്ടിയിട്ട്. അതായത് അയാളുടെ പ്രോബ്ലം എന്തായിരിക്കും, ഈ സ്കില്ലുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിരിക്കും, അയാൾക്കത് ഓർമ്മയുണ്ട്, മൈൻഡ് സെറ്റും ഉണ്ട്. അയാൾ അവിടെ നിന്ന് ഗുഹയിൽ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഈ വരുന്ന കാര്യം ഇമാജിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് അയാൾ പുറത്ത് വന്നിട്ട് പിന്നെ ആർക്കും അയാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല. ഒരു സമുറായിക്ക് പോലും പിന്നെ അയാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ 60ഓളം യുദ്ധത്തിന് മേളിൽ അയാൾ ജയിച്ചിട്ടുണ്ടെന്ന്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കാനുള്ള ടൈം വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ മനഃപൂർവ്വം ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് പോയി നമ്മളെ ചാലഞ്ച് ചെയ്യാണ്. ഫോണില്ലാതെ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമ്മൾ ഫോക്കസ് ചെയ്യും, മെഡിറ്റേറ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത്, നമ്മുടെ എല്ലാ മെമ്മറീസും സ്റ്റോർ ചെയ്യുന്ന ഹിപ്പോകാമ്പസിലാണ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യും. സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്, ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണിത്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നു എന്താണ് ബ്രെയിനിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്നുള്ളത്. ബ്രെയിനിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിനെ സ്വന്തമായിട്ട് റീവയർ ചെയ്യാനും റീഷേപ്പ് ചെയ്യാനുള്ള കഴിവിനെയാണ് പറയുക. നീ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹിപ്പോകാമ്പസും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ഒക്കെ ബിൽഡാവുന്ന സമയത്ത് ബ്രെയിനിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ നേച്ചർ ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് കാര്യങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റും, ലോജിക്കലി കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ലിമിറ്റിനെ ടെസ്റ്റ് ചെയ്യാണ്. ആദ്യം ഞാൻ പറഞ്ഞത് നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ ഫിസിക്കലി നമ്മളെ ചലഞ്ച് ചെയ്യാണ്, അതേപോലെ നമ്മൾ മെൻ്റലി നമ്മളെ ചലഞ്ച് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. നമുക്ക് ഇൻസ്റ്റഗ്രാം നോക്കി അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു, പക്ഷേ നമ്മളെ ഫോഴ്സ് ചെയ്യാണ്. യു ഗോ സിറ്റ് ഇൻ എ റൂം, 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ ഇമോഷണലി നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ബിൽഡായിട്ട് വരും. അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ ബ്രെയിനിൻ്റെ പാർട്സും അതിൻ്റെ ഏറ്റവും പീക്ക് പെർഫോമൻസിൽ വർക്ക് ചെയ്യുക. ഫൈനൽ നോട്ട്, നമ്മളെല്ലാവരും ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ആദ്യം ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പല കാരണങ്ങളുണ്ട് ഇമോഷണൽ പെയിൻ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ ഇമോഷണൽ പെയിനിനെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിന് ടൈം എടുത്ത് ഹീൽ ചെയ്യുന്നതെന്നുള്ളതും ആ പ്രോസസ്സിനെ എങ്ങനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു തന്നത്. എല്ലാ കാര്യങ്ങൾക്കും അതിനേതായ ടൈം എടുക്കും. ഡോണ്ട് റഷ്, ടൈം വിൽ ഹീൽ എവറിത്തിങ്. Wishing everyone a very positive life. Thank you so much.